ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ അപ്പൊ എല്ലാവരും ടീമിന്റെ റാങ്ക് ലിസ്റ്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എടാ അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഡ്രീം കോഴ്സ് ആയിരിക്കും എഞ്ചിനീയറിംഗിന് മുമ്പ് ഏത് സ്ട്രീം എടുക്കണം, കമ്പ്യൂട്ടർ സയൻസ്. ഒരു 90% ആൾക്കാരും ഒരു കമ്പ്യൂട്ടർ സയൻസ് നല്ല കോളേജ് നോക്കിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഒരു ടോപ്പ് 15 കോളേജ് കമ്പ്യൂട്ടർ സയൻസ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളെ റാങ്കും ഈ റാങ്ക് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന് സീറ്റ് കിട്ടുമോ അതോ വേറെ കോഴ്സിനെ കുറിച്ച് ചിന്തിക്കണോ എന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. നമ്മൾ ലാസ്റ്റ് ഇയറിലെ അല്ല ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്, നമ്മൾ 2023 ആണ് നോക്കിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ നമുക്ക് തേർഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല, സെക്കൻഡ് അലോട്ട്മെന്റ് വരെ ഉള്ളൂ. സോ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല 2023 വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് കോളേജ് ഒന്നുമല്ല, CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. എല്ലാവരുടെയും ഒരു ഡ്രീം ക്യാമ്പസ് ആൻഡ് ഡ്രീം കോഴ്സ് ആയിരിക്കും CET ഒരു CS സീറ്റ്. അപ്പൊ നിങ്ങൾക്ക് CET ഒരു CS സീറ്റ് കിട്ടണമെങ്കിൽ ജനറലില് ഓൾമോസ്റ്റ് ഒരു 500 to 600 അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വരെയുള്ള ഡീറ്റെയിൽസ് ആണ്, സ്പോട്ട് ഒന്നും ഇൻക്ലൂഡ് അല്ല. തേർഡ് അലോട്ട്മെന്റ് വരെ അലോട്ട്മെന്റ് കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഒരു 4000 to 500, അത് OBC ആണെങ്കിൽ ഒരു 1K റേഞ്ചിലൊക്കെ വരാം. EWS ആണെങ്കിൽ ഒരു 1.5K. അതിനുള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് CET CS ഒരു സ്കോപ്പ് ഉള്ളൂ. സ്പോട്ടിലും CET ആണ് അത്രയ്ക്ക് ഡിമാൻഡഡ് കോളേജാണ്, ഡിമാൻഡഡ് കോഴ്സാണ്. സോ സ്പോട്ടിൽ വലുതായിട്ട് അങ്ങോട്ട് അനങ്ങാൻ ചാൻസ് ഇല്ല. ഒരു എങ്ങനെ പോലും മാക്സിമം ഒരു 500 അതിന് മേലെ വേരിയേഷൻ വരാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. സോ CET വേണമെങ്കിൽ ജനറലിൽ ഒരു 500 റേഞ്ച്, OBC ആണെങ്കിൽ ഒരു 1K, EWS ആണെങ്കിൽ ഒരു 1.5K. ആ റേഞ്ച് എന്തായാലും വേണം കേട്ടോ. എടാ അപ്പൊ രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, GEC തൃശ്ശൂർ. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് ഒരു CS സീറ്റ് വേണമെങ്കിൽ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഒരു 1000, 1100 ഇതിനുള്ളിൽ റാങ്ക് വേണം. ഒരു OBC ആകുമ്പോൾ ഒരു 1.5K, 1500 വരും. അതൊരു EWS ഒക്കെ ആകുമ്പോൾ ഒരു 2K റേഞ്ച് വരാം. പിന്നെ കാറ്റഗറി ഉള്ളവരൊക്കെ മാക്സിമം സ്പോട്ടിലോട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കാറ്റഗറി സീറ്റ് എന്ന് പറയുന്നത് അത് അതായത് കാറ്റഗറിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു OBC കാരന് ആ സ്പോട്ടിൽ OBC കാരെ ഇല്ലെങ്കിൽ ആ റാങ്ക് അത്രയും ബാക്കിലോട്ട്, ഏത് ലാസ്റ്റ് റാങ്ക് വരെയാണ് ഒരു OBC കുട്ടി ഉള്ളത് അത്രയും ബാക്കിലോട്ട് വലിയ നല്ല ചാൻസ് ഉണ്ട്. സോ കാറ്റഗറി ഉള്ളവരൊക്കെ, കാറ്റഗറി റിസർവേഷൻ ഉള്ളവരൊക്കെ മാക്സിമം സ്പോട്ടിലൊക്കെ പങ്കെടുക്കുക നോക്കാം. എടാ അപ്പൊ മൂന്നാമത്തെ കോളേജായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങളിപ്പോൾ എല്ലാവരും വിചാരിക്കും TKM ആയിരിക്കും. TKM അല്ല, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. മോഡൽ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് കിട്ടില്ല പ്ലേസ്മെന്റ് ആണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് CS ബ്രാഞ്ചിലേക്കൊക്കെ ഒരു CET ലെവലല്ല, CETക്ക് ഈക്വൽ ആയിട്ടുള്ള പ്ലേസ്മെന്റ് കേരളത്തിൽ കിട്ടുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇത് കീമിൻ്റെ അണ്ടറിൽ. സോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഗവൺമെന്റ് കോളേജ് അല്ല, എയ്ഡഡ് ആണ്. സോ അവിടെ ഫീസ് കൂടുതലായിരിക്കും. ഒരു സെം ഒരു 40K ഒക്കെ ഫീസ് റേഞ്ച് ഉണ്ട്. ഇപ്പൊ CET, GEC ഒക്കെ ഒരു ഗവൺമെന്റ് കോളേജാണ്. നിങ്ങൾക്ക് ഇയർലി ഒരു മാക്സിമം ഒരു 9000 ഒക്കെ ഫീസ് വരത്തുള്ളൂ. സോ 8000, 9000 ആ റേഞ്ച് വരുള്ളൂ. ഇത് സെം വൈസ് 40K അവിടെ വരുന്നുണ്ട്. അപ്പൊ മോഡലിൽ കിട്ടണമെങ്കിൽ എങ്ങനെ പോയാലും ജനറൽ കാറ്റഗറിയിൽ ഒരു 1.5K റാങ്ക് വേണം. അത് OBC ആകുമ്പോൾ ഒരു 2K to 3K വരെ പോവാം. EWS ആകുമ്പോൾ EWS 2023 5K വരെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ 5K വരെ ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കഴിഞ്ഞ വർഷത്തെക്കാട്ടിയൊക്കെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. സോ അത്ര വരെ പോകാൻ ചാൻസ് ഇല്ല എൻ്റെ ഒരു ഇതിൽ. എന്തായാലും നിങ്ങൾ നോക്കുക, കൊടുത്ത് നോക്കുക, സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അടുത്ത നാലാമത്തെ കോളേജ് എന്ന് പറയുന്നത് TKM കൊല്ലാണ്. ഒരു ഗവൺമെന്റ് കോളേജാണ്. ഗവൺമെന്റ് പ്യുവറായിട്ട് അങ്ങ് ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഫീസ് അതൊരു TKMന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ അതൊരു ഓട്ടോണോമസ് ആണ്. വളരെ നല്ല കാര്യമാണ്. KTUവിന്റെ ഇതില് അല്ല വരുന്നത്. ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് കോളേജ്. സോ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ കറക്റ്റ് ടൈമിൽ, നിങ്ങളൊരു ഓട്ടോണോമസ് കോളേജ് പഠിച്ചാലുള്ള ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ പ്രോപ്പർലി, ഇപ്പൊ KTUവിന്റെ ഇതിലാണെങ്കിൽ അവരെ ഇഷ്ടത്തിന് എക്സാം ഒക്കെ നടത്തുന്നത്. ഒരു 6 സെമ്മിൽ ഒരു 6 മാസത്തിൽ ഒരു സെം വരണമെങ്കിൽ അടുത്ത 2 മാസത്തിൽ അടുത്ത സെം വരാൻ അങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. സോ TKMിലാണെങ്കിൽ പ്രോപ്പർ 6 മാസം ഇടവിട്ട് എക്സാം കാണും.
സാൻ ഓട്ടോണോമസ് കോളേജ് അതൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ ടി കെ ബിയിൽ നിങ്ങൾക്ക് CS വേണമെങ്കിൽ ഒരു 2000-നുള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി കിട്ടും. ഒരു 2500 to 3000 അതിനിടയ്ക്കാണെങ്കിൽ OBCക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. EWS ആണെങ്കിൽ ഓഫ്കോഴ്സ് 3K to 5K 1000 to 5000 അതിൻ്റെ ഇടയ്ക്ക് വരാം. അഞ്ചാമത്തെ കോളേജ് എന്ന് പറയുന്നത് MA കോളേജ് കോതമംഗലം. ഇതൊരു ഗവൺമെന്റ് കോളേജാണ്. MA കോളേജിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ പോയാലും ഒരു ജനറൽ കാറ്റഗറി 2500-നുള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി കിട്ടും. അത് OBC ആണെങ്കിൽ ഒരു 3000 to 3300 ആ റേഞ്ചൊക്കെ വരാം. EWS ആണെങ്കിൽ ഓഫ്കോഴ്സ് അപ് ടു 5K അങ്ങ് പോയാലും ഒരു 4K to 5K ആ ഒരു റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത ആറാമത്തെ കോളേജ് എന്ന് പറയുന്നത് NSS കോളേജ് പാലക്കാട്. എഞ്ചിനീയറിംഗ് NSS കോളേജ് പാലക്കാട്. പാലക്കാട് NSS കോളേജ് കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 3K to 3.5K ആ റേഞ്ചിൽ കിട്ടും. OBC ആണെങ്കിൽ ഒരു 4K. അതുമല്ല EWS ആണെങ്കിൽ ഒരു 5K അതിന് വില പോകട്ടെ 5K ഒരു 4K 4.5K to 5K അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് അടുത്ത ഞാൻ 7th ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്നത് RIT കോട്ടയമാണ്. RIT കോട്ടയം ജനറൽ കാറ്റഗറി ആണെങ്കിൽ 3.3K, OBC ആണെങ്കിൽ 4K, EWS ആണെങ്കിൽ 5K. എട്ടാമത്തെ പൊസിഷനിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. കണ്ണൂർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 3500 റേഞ്ച് വേണം. അത് OBC ആകുമ്പോൾ ഒരു 4000 to 5000 പോവാം. EWS ആകുമ്പോൾ അപ് ടു 6K വരെയൊക്കെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ EWS കാറ്റഗറിയിൽ CS കിട്ടിയിട്ടുണ്ട്. ഓക്കെ. 9th പൊസിഷനിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ്. വയനാട് ഇതേപോലെ തന്നെ ഒരു ജനറൽ കാറ്റഗറി CS കിട്ടണമെങ്കിൽ ഒരു 3500 റേഞ്ചിൽ റാങ്ക് വേണം. അടുത്ത OBC EWC കാറ്റഗറിയിൽ റാങ്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. 2023 അവിടെ OBC കിട്ടിയത് 16000 വരെ OBC പോയിട്ടുണ്ട് റാങ്ക്. സോ നിങ്ങൾക്കൊരു 8000 to 15000 ആ റേഞ്ചിലൊക്കെ OBCക്കാർക്ക് നോക്കാം. എനിക്കറിയില്ല. EWS 18000 ഇല്ല 16000 വരെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ട് EWS വരക്ക്. അടുത്ത ഞാൻ 10ാം സ്ഥാനത്ത് കൊടുക്കുന്നത് SCT പാപ്പനംകോടാണ്. പാപ്പനംകോട് ഒരു ജനറൽ കാറ്റഗറി CS വേണമെങ്കിൽ ഒരു 4000 റേഞ്ചിൽ റാങ്ക് വേണ്ടി വരും. അതൊരു OBC ആകുമ്പോൾ 5000 to 6000 ആ റേഞ്ചിൽ. EWS ആകുമ്പോൾ ഒരു 7000 7K അതിനുള്ളിൽ നിങ്ങൾക്ക് SCT പാപ്പനംകോടിൽ ഒരു സീറ്റ് കിട്ടുന്നതാണ്. അടുത്ത 11ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചിയിലാണ്. പ്രൈവറ്റില് അത്യാവശ്യം നല്ല കോളേജ്, അത്യാവശ്യമല്ല നല്ലൊരു കിടിലൻ കോളേജാണ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് രാജഗിരിയിൽ ഒരു CS സീറ്റ് വേണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 6000-നുള്ളിൽ നിങ്ങൾക്ക് റാങ്ക് വേണം. അതൊരു OBC ആകുമ്പോൾ 7000 to 10000 വരെയൊക്കെ പോവാം. EWS ആകുമ്പോൾ ഒരു 13K അതിനുള്ളിലൊക്കെ നിങ്ങൾക്ക് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഒരു CS സീറ്റ് കിട്ടും. നല്ല കോളേജാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോളേജ് വെച്ച് നോക്കുമ്പോൾ ഫീസ് നല്ല കൂടുതലായിരിക്കും. സെമ്മില് ഒരു 40-70 അത്ര എനിക്ക് ആക്യുറേറ്റ് അറിയാൻ വയ്യ. ഒരു 70-നകത്തുള്ളിലൊക്കെ ഫീസ് വരാം. സോ നിങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ബെറ്റർ. നോക്കാം. നല്ല രാജഗിരി കോഴ്സ് നല്ല എഞ്ചിനീയറിംഗ് കോളേജാണ്. അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. 12ാമത്തെ പൊസിഷനിൽ മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. മുത്തൂറ്റിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 8K റേഞ്ച് റാങ്ക് വേണം, 8000 റേഞ്ച് വേണം. OBC ആകുമ്പോൾ അതൊരു 10000 ആവും. EWS ആകുമ്പോൾ ഒരു 12 to 15 അതിനുള്ളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത 13ാമത്തെ സ്ഥാനത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൽ നിങ്ങൾക്ക് ഒരു CS സീറ്റ് വേണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 9K ഒരു 9000-നുള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി കിട്ടുന്നതാണ്. അതൊരു OBC ആകുമ്പോഴത്തേക്ക് 11000 12000 ആ റേഞ്ചിൽ പോവാം. EWS ആകുമ്പോൾ അപ് ടു 15000 വരെ ഒക്കെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത ഒരു 14ാം സ്ഥാനത്ത് കൊടുത്തേക്കുന്നത് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കി. അത്യാവശ്യം നല്ല റാങ്ക് കുറഞ്ഞു പോയവർക്കും CS സീറ്റ് തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ്. സോ പ്ലേസ്മെന്റ്സ് ഒക്കെ തീരെ കുറവായിരിക്കും. നിങ്ങൾക്ക് CS തന്നെ വേണം. അത് കുറഞ്ഞ ഫീസ് പഠിക്കണമെങ്കിൽ ഇടുക്കി ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. ഇടുക്കിയിൽ ജനറൽ കാറ്റഗറി ഒരു 10000 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ CS സീറ്റ് കിട്ടുന്നതാണ്. OBC ആകുമ്പോൾ ഇത് 12 13 14 അതിനുള്ളിലൊക്കെ കിട്ടും. EWS ആകുമ്പോൾ
അപ് ടു 20K വരെയൊക്കെ പോയിട്ടുണ്ട്. 20Kനുള്ളിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇടുക്കിയിൽ. പക്ഷേ നിങ്ങൾ ഒരു പ്ലേസ്മെന്റ് വൈസ് ആണ് നോക്കുന്നതെങ്കിൽ ഇടുക്കി നിങ്ങൾക്ക് സൂട്ടബിൾ ആവത്തില്ല. പ്ലേസ്മെന്റ്സ് ഒക്കെ തീരെ കുറവാണ്. സോ നിങ്ങൾക്ക് വേറെ കോളേജ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ ഒരു CS BTech പഠിച്ചു വെക്കണമെങ്കിൽ ഇടുക്കി ഒരു നല്ല ഓപ്ഷനാണ്. അടുത്ത ലാസ്റ്റ് ടൈം ഫൈനൽ 15ാം സ്ഥാനത്ത് ഞാൻ കൊടുത്തേക്കുന്നത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂജപ്പുര. അവിടെ നിങ്ങൾക്ക് ഒരു 10,000 12,000 റേഞ്ചിലൊക്കെ ജനറൽ കാറ്റഗറി, 15,000 റേഞ്ച് OBC, ഒരു 20,000 റേഞ്ചിലൊക്കെ EWS ഒക്കെ കിട്ടി നോക്കാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യില്ല കോളേജ്, എങ്കിലും വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ അത് ഒരു കേരളത്തിൻ്റെ ഒരു ടോപ്പ് 15 കോളേജിൽ CS പഠിക്കണമെങ്കിൽ എത്രയൊക്കെ റേഞ്ചിൽ റാങ്ക് വേണമെന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണും. എടാ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത കോഴ്സ് നമുക്ക് ഇനി ഈസി റാങ്ക് നോക്കാം, ട്രിപ്പിൾ നോക്കാം, മെക്ക് നോക്കാം, സിവിൽ നോക്കാം. ഇത് ഓരോ ദിവസം ഓരോ കോഴ്സിൻ്റെ ആയിട്ട് വരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.